ചേട്ടൻ വിളിച്ചോളൂ, വീട്ടിലേക്ക് പോകുവാണ്. ഇതും പറഞ്ഞ് വീട്ടിലേക്ക് നടന്ന 8ാം ക്ലാസ്സുകാരൻ അഫ്സാൻ ഇപ്പോൾ നാടിന്റെ കണ്ണീരാണ്. വിളിക്കായി അവൻ കാത്തിരുന്ന ചേട്ടൻ തന്നെ അതിക്രൂരമായി അവന്റെ ജീവനെടുത്തു. തിങ്കളാഴ്ച വാർഷിക പരീക്ഷ തുടങ്ങുന്ന ദിവസമായിരുന്നു. പരീക്ഷ കഴിഞ്ഞെത്തിയ അഫ്സാൻ വീട് അടഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞാണ് അയൽ വീട്ടിലെത്തിയത്. എവിടെ പോയതാണെന്ന് അറിയാമോ എന്ന് തിരക്കി. ഒന്നും പറഞ്ഞില്ലെന്ന് അയൽ വീട്ടുകാർ പറഞ്ഞതോടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. കയറിയിരിക്ക്, വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിലും ചേട്ടൻ വിളിക്കുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. പിന്നീട് നാടറിയുന്നത് ചേട്ടൻ അഫാന്റെ ക്രൂരതയിൽ അഫ്സാനും മരണപ്പെട്ടു എന്ന വാർത്തയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ്. 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകങ്ങൾ. അഫാൻ ആദ്യം ആക്രമിച്ചത് ഉമ്മയെയും മുത്തശ്ശിയെയും ബാപ്പിയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷമാണ് അനുജനെ കുഴിമന്തി വാങ്ങി നൽകിയ ശേഷം പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത്. ശേഷം അനുജനെയും അതിദാരുണമായി കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. തിരക്കേറിയ വെഞ്ഞാറമൂട് പുത്തൻപാലം റോഡിൽ നിന്ന് 20 മീറ്റർ ദൂരത്താണ് അഫാന്റെ വീട്. എന്നിട്ടും അഫാൻ ആക്രമിച്ചപ്പോൾ ഒരു നിലവിളി പോലും പുറത്തു കേട്ടില്ല എന്നതാണ് ആശ്ചര്യം. കൊലപാതകം കൃത്യമായ ആസൂത്രണങ്ങളോടെയാണെന്ന് വ്യക്തമാകുമ്പോഴും ഏറെ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടാനുള്ളത്. അഫാൻ എന്തിനാണ് കൊലപാതകങ്ങൾ നടത്തിയത്? കുഞ്ഞനുജനെയും പ്രായമായ സ്ത്രീ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെയും എന്തുകൊണ്ട് ലക്ഷ്യം വെച്ചു? കൊലപാതകത്തിനുള്ള ആസൂത്രണം എപ്പോൾ, എങ്ങനെ നടത്തി? കൊല്ലപ്പെട്ട 5ൽ 4 പേരും ബന്ധുക്കൾ. ബന്ധുവല്ലാത്ത പെൺകുട്ടി എങ്ങനെ ഇരയായി? കുഞ്ഞനുജനെയും അമ്മയെയും ഉറ്റ ബന്ധുക്കളെയും ക്രൂരമായി ആക്രമിച്ച അഫാൻ ലഹരി ഉൾപ്പെടെ എന്തിനെങ്കിലും അടിമയാണോ? സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്ന കുറ്റസമ്മതമൊഴി വിശ്വസിക്കാമെങ്കിൽ എന്താണ് ബാധ്യതയുടെ വലിപ്പം? അത് എങ്ങനെ ഉണ്ടായി? അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന് മകന്റെ നീക്കത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. പിതാവിന്റെ സാമ്പത്തിക ബാധ്യതയെങ്കിൽ ഉത്തരവാദിത്വം എങ്ങനെ മകന്റെ തലയിലായി? കുടുംബത്തിൽ പിതാവ് ജീവിച്ചിരിക്കെ അഫാൻ പോലീസിൽ കീഴടങ്ങുകയും പിന്നീട് ജീവൻ ഒടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? ഇതിനൊക്കെയും ഉത്തരം പറയാൻ അഫാനു മാത്രമേ സാധിക്കൂ. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടോ എന്നും അറിയേണ്ടതുണ്ട്. ഒരു തരത്തിലുള്ള അക്രമവാസനയും പ്രകടിപ്പിക്കാതിരുന്ന വ്യക്തിയാണ് അഫാൻ എന്നാണ് അറിയുന്നവർ പറയുന്നത്. പഠനത്തിന് ശേഷം അഫാൻ കുറച്ചുനാൾ ഗൾഫിലെത്തി പിതാവിനൊപ്പം കഴിഞ്ഞിരുന്നു. ശാന്തപ്രകൃതനായ യുവാവായാണ് എല്ലാവർക്കും അഫാനെ പരിചയം. എന്നാൽ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കുഞ്ഞു സഹോദരൻ അഫ്സാനെയും അഫാൻ വെറുതെ വിട്ടില്ല. തന്നെക്കാൾ 10 വയസ്സ് കുറവുള്ള കുഞ്ഞനുജനെ അഫാൻ ഏറെ സ്നേഹിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സഹോദരനൊപ്പമുള്ള നിരവധി ചിത്രങ്ങളാണ് അഫാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ അഫ്സാനെ പുറത്തു കൊണ്ടുപോയി അഫാൻ ഭക്ഷണം വാങ്ങി കൊടുത്തിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അതുപോലെ തന്നെ അവന്റെ അവസാന നിമിഷവും ഇഷ്ടഭക്ഷണം വാങ്ങിക്കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന ശേഷമാണ് നിഷ്കരുണം ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നത്. ഒരേ ചുറ്റിക കൊണ്ടാണ് അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുള്ളത്. എപ്പോഴാണ് ഫർസാനയുമായി അഫാൻ അടുത്തതെന്ന് ആർക്കും അറിയില്ല. അർഫാൻ ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ഫർസാന പറഞ്ഞിരുന്നതിനാലാണ് ഫർസാനയെയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതി പറഞ്ഞ കടബാധ്യതകളും ഇത്തരം കാരണങ്ങളും എത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയാനാകുന്നതല്ല. പേരുമലയിലെ അവസാനത്തെ കൊലപാതകത്തിന് ശേഷം 4 കിലോമീറ്റർ അകലെയുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വൈകിട്ട് 6ഓടെയാണ് അഫാൻ ഓട്ടോയിലെത്തിയത്. ഓട്ടോ പറഞ്ഞയച്ച് സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ട പോലീസുകാരനോട് വിവരം പറഞ്ഞു. പാങ്ങോടും പുല്ലമ്പാറയിലും പേരുമലയിലുമായി 5-6 പേരെ തട്ടിയിട്ടുണ്ട്. എല്ലാവരും മരിച്ചു കാണും. താൻ 5-6 പേരെ തട്ടിയിട്ടാണ് വരുന്നതെന്നും മരിച്ചിട്ടുണ്ടാകുമെന്നും ഭാവവ്യത്യാസമില്ലാതെ തുറന്നു പറഞ്ഞ അഫാന്റെ കുറ്റസമ്മതം കേട്ട് പോലീസും നടുങ്ങിയിരുന്നു. അഫാനെ അകത്തേക്ക് വിളിച്ചിരുത്തിയ പോലീസുകാർ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും മറുപടിയിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ഒരു 23-കാരന്റെ മനസ്സിൽ ഇത്രമാത്രം കൊടും ക്രൂരത കടന്നുകൂടിയതെങ്ങനെയെന്നാണ് കേരളത്തിന് മുഴുവൻ അറിയേണ്ടത്.